ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, നല്ല ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട്. ഇവിടെ ചെറിയ തോടൊക്കെ ഉണ്ട്. ഇവിടെ അല്ല, ഇപ്പുറത്തെ സൈഡിൽ ചെറിയൊരു തോടും അതിൽ നല്ല പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗോപ്രോ അൺബോക്സ് ചെയ്തു, പിന്നെ ചെറിയൊരു റിവ്യൂ കൂടിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇരിഞ്ഞാലക്കുടയ്ക്കാണ്, ചെറിയൊരു സൈക്കിൾ റൈഡ്. അപ്പോൾ നമുക്കറിയാം ഇരിഞ്ഞാലക്കുട എന്ന് പറയുമ്പോൾ കുറേ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വീടുള്ള ഒരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട. അപ്പോൾ നമുക്കതിൽ 1-2 സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ ടോവിനോ ചേട്ടൻ, പിന്നെ ഇടവേള ബാബു ചേട്ടൻ. അപ്പോൾ അവരുടെയൊക്കെ വീട് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുണ്ട്. പിന്നെ നമ്മുടെ ഇരിഞ്ഞാലക്കുടയത്തെ എല്ലാ വിശേഷങ്ങളും. അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ സൈക്കിൾ എടുത്ത് ഇറങ്ങിക്കണം ഇരിഞ്ഞാലക്കുടയ്ക്ക്. ഇപ്പോൾ സമയം 10:07. ഞാനിപ്പോൾ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ സൈക്കിൾ ഔട്ടി വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്, കാക്കാത്തിരുത്തിയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ഉണ്ട് ഇരിഞ്ഞാലക്കുടയ്ക്ക്. അപ്പോൾ നമുക്ക് പോണ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. പിന്നെ നമുക്ക് പോവാം. ഞാനൊരു ഇറക്കത്തിൽ തന്നെയാണ് വന്ന് നിൽക്കണത്. നോക്കിയേ, നല്ലൊരു ഇറക്കത്തിൽ. റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത്രയും നേരം ഇൻട്രൊഡക്ഷൻ എടുക്കാഞ്ഞത് റോട്ടിൽ നല്ല തിരക്കുള്ള കാരണമാണ്. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ വല്ലാണ്ടങ്ങടി ലേറ്റ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇത്ര തിരക്കുണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ, നല്ല തിരക്കുണ്ട് റോട്ടിലൊക്കെ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ അത്രയ്ക്ക് എളുപ്പമല്ല. നമുക്ക് എന്തായാലും നോക്കാം. ചിലപ്പോൾ വോയിസിന് ഇത്തിരി പ്രശ്നം ഉണ്ടാവും, കാരണം മാസ്ക് വെക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ മാസ്ക് വെച്ചാൽ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുകയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം തിരക്ക് കുറവ് പോലെ തോന്നുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഇനിയും ഒരു മെയിൻ റോഡ് കയറാനുണ്ട്. അപ്പം നല്ല തിരക്കായിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇത്തിരിയും കൂടി മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ തിരക്ക് തോന്നണില്ല. ഞാനെപ്പോൾ വീഡിയോസ് എടുക്കുമ്പോഴും ഫ്രണ്ടിലൊരു ട്രാക്ടർ കാണും കേട്ടോ. എപ്പോഴും അല്ല, മിക്കപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഒരു ഫ്രണ്ടിലൊരു ട്രാക്ടർ കാണും. ഇതേ കണ്ടില്ലേ, നല്ല സ്ഥലം. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വലിയ ചർച്ച് കാണുന്നില്ലേ, ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ ആയി വരുന്നുണ്ട് ഇവിടെ. ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് അങ്ങനെ ഷൂട്ട് ചെയ്യാത്തത്. ഒന്നാമത് ഭയങ്കര തിരക്ക്, റോട്ടിലൊക്കെ വമ്പൻ തിരക്കാണ്. ഞാനൊന്ന് സൈക്കിൾ ഇവിടെ നിർത്തി. കുറച്ച് നേരമായി ഞാൻ ഇപ്പോൾ സൈക്കിൾ ഓട്ടണ്. കാലൊക്കെ കഴക്കിണ്. കുറേ നാളായി ഇത്ര ലോങ്ങൊക്കെ ഇങ്ങനെ സൈക്കിൾ ഔട്ടിയിട്ട്. ഇത് കണ്ടോ, വലിയൊരു മരം. അങ്ങനെ ദേ നമ്മൾ വീണ്ടും ഒന്ന് നിർത്തി. ദേ നല്ലൊരു കുളം കണ്ടപ്പോൾ നിർത്തിയാണ്. കണ്ട കുളം ശരിക്കും വല്ല സ്റ്റേഡിയം പോലെ അല്ലേ, നല്ല കുളം, നല്ല ഫുള്ള് പച്ചപ്പ് വിരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതേതോ ക്ഷേത്രത്തേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നല്ല കുളമല്ലേ, നല്ല ഭംഗി. ഇതേ അവിടെ എനിക്ക് സൂം ചെയ്യാൻ പറ്റില്ല. അതേ കണ്ട, നോർത്ത് റിപ്പബ്ലിക്കിൻ്റെ ടോവിനോ ചേട്ടൻ്റെ ഒരു ഫ്ലെക്സ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും പോവാം. അയ്യോ, ഉണക്കമുളകും പുളിയൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പോവാം. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങായിരുന്നു. ഇനി ഇത്ര തിരക്കും ഉണ്ടാവില്ലായിരുന്നു, ഇത്രയും വെയിലും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഉമ്മച്ചി പറഞ്ഞാണ് നേരത്തെ പോകാനായിട്ട്. ചേലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിയിട്ടുണ്ട്. ഇതാണ് KSC പാർക്ക് കേട്ടോ. നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. കണ്ട, KSC പാർക്ക്. കുറേ കുട്ടികൾക്ക് പറ്റിയ റൈഡൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ പേരെ സ്റ്റാച്ചു ഉണ്ട്. അതൊന്നും സൂം ചെയ്യാൻ പറ്റുന്നില്ല. സ്വാമി വിവേകാനന്ദൻ, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, അങ്ങനെ കുറേ പേരുടെ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. കണ്ട, ഇവിടെ റൈഡുകളൊക്കെ ഉണ്ട്, ചിൽഡ്രൻസിന് പറ്റിയ റൈഡുകൾ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ തന്നെ വേറൊരു പാർക്കുണ്ട്. ഇതാണ് KSC പാർക്കിൻ്റെ വേറൊരു പാർക്ക്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് പാർക്കുള്ളത്. ഇവിടെ ICICIയുടെ ബാങ്ക് ATM, പിന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ. അവിടെയൊക്കെ നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടോവിനോ ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 8-9 കിലോമീറ്ററായി ഇപ്പോൾ ഞാൻ സൈക്കിൾ ഔട്ടണ്. ടോവിനോ ചേട്ടൻ്റെ വീട് ആ നേരെ കാണുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീടാണ്.
നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇതാണ് ടൊവിനോ ചേട്ടൻ്റെ വീട്. ചേട്ടൻ ഇവിടെ ഇല്ല, കൂത്താട്ടുകുളത്ത് ഷൂട്ടിങ്ങിന് പോയിക്കണമെന്ന് പറഞ്ഞത്. പുതിയ മിനി കൂപ്പറൊക്കെ എടുക്കുന്നുണ്ട്. KL 45U0007 മിനി കൂപ്പർ. ഇപ്പോൾ ഞാൻ എൻ്റെ ടൊവിനേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ചേട്ടൻ അവിടെ ഇല്ല, കൂത്താട്ടുകുളത്ത് ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്. കുറച്ച് ദിവസമായി പോയിട്ട്. ഈ കാണുന്ന സ്കൂളിലാണ് ഇപ്രാവശ്യം ടൊവിനേട്ടൻ വോട്ട് ചെയ്തത്. ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂള് ഇരിഞ്ഞാലക്കുട. നല്ല റോട്ടിൽ നല്ല തിരക്ക് വീണ്ടും തുടങ്ങിയിട്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇടവേള ബാബു ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം. എത്തിയ ഇവിടെ തന്നെ ഉണ്ടാ. ഈ കാണുന്നത് ഇടവേള ബാബു ചേട്ടൻ്റെ ഡ്രൈ ക്ലീനിങ് സെൻ്ററാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് വീട്. ബാബു ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴും അവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ XUV എടുത്ത് എങ്ങോട്ടോ പോയി. അപ്പോൾ രണ്ടുപേരും വീട് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് അയ്യങ്കാവ് മൈതാനം. ഇരിഞ്ഞാലക്കുടയിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും വലിയ ഫെസ്റ്റ് ആയാലും ഇവിടെ തന്നെയാണ് പ്രോഗ്രാം ഉണ്ടാവുക. കാരണം അത്രയ്ക്കും വലിയ ഒരു സ്റ്റേഡിയം പോലത്തെ ഒരു ഏരിയയാണ്. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കണം. അവിടെ MLA ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ. കുറേ പേര് വരുന്നു, കുറേ പേര് പോണ്. അപ്പോൾ ഇതാണ് ഇരിഞ്ഞാലക്കുട നഗരസഭ, അയ്യങ്കാവ് മൈതാനം. അതേപോലെ തന്നെ ഈ മാച്ചുകളായാലും ഫുട്ബോൾ മാച്ചും അങ്ങനെയൊക്കെ ആയാലും ഇവിടെ തന്നെ നടക്കാറ്. MLA യുടെ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ, നിറച്ച് പോലീസും. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ ടൊവിനോ ചേട്ടൻ്റെ വീടും അതുപോലെ തന്നെ ഇടവേള ബാബു ചേട്ടൻ്റെ വീടും കൂടി കാണിച്ച്. പക്ഷേ ബാക്കി കുറച്ച് സ്ഥലം കൂടി കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നിനി പറ്റൂല എന്ന് തോന്നുന്നു. കാരണം നല്ല വെയിൽ, പോരാത്തിന് എനിക്ക് വയ്യ, സൈക്കിൾ കൂട്ടി വയ്യാണ്ടായി. ഇനി എന്തായാലും പോട്ടെ, നട്ടുച്ചയായി, വേഗം വീട്ടിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ കാണണം, ഗോപ്രോൻ്റെ അൺബോക്സിങ് റിവ്യൂവും. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ.